കേരളം ഉറ്റുനോക്കുന്നു. ഭരണസിരാ കേന്ദ്രം ശൂന്യം. കോൺഗ്രസിൽ പുകയുന്ന അധികാര തർക്കം. തമിഴ്നാടും ബംഗാളും പോണ്ടിച്ചേരിയും ജനവിധി അംഗീകരിച്ച് ഭരണ തുടർച്ചയിലേക്കും പുതിയ സർക്കാരുകളിലേക്കും ചുവടുവച്ചു കഴിഞ്ഞു. എന്നാൽ കേരളത്തിൽ ഭരണസിരാ കേന്ദ്രം ഇപ്പോഴും അനിശ്ചിതത്വത്തിന്റെ നിഴലിലാണ്. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് നാളുകൾ പിന്നിട്ടിട്ടും മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനാവാതെ കോൺഗ്രസ് നേതൃത്വം ഉഴറുന്നത് ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങളോടുള്ള വെല്ലുവിളിയായി മാറുകയാണ്. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കം തെരുവുകളിൽ നിന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ സൈബർ പോരാട്ടങ്ങളിലേക്ക് വഴിമാറിയിരിക്കുന്നു. വി.ഡി. സതീശനായി സംഘടിതമായി നടക്കുന്ന ക്യാമ്പയിനുകൾക്ക് പിന്നിൽ കൃത്യമായ അജണ്ടകളുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. പണം മുടക്കിയുള്ള പ്രമോഷനുകളും PR ഏജൻസികളുടെ ഇടപെടലുകളും കോൺഗ്രസ് എന്ന പാർട്ടിയുടെ സംഘടനാപരമായ അപജയത്തിലേക്കാണോ വിരൽ ചൂണ്ടുന്നത്? സോഷ്യൽ മീഡിയയിലെ ലൈക്കുകളും ഷെയറുകളും നോക്കിയാണോ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് എന്ന ഗൗരവകരമായ ചോദ്യം ഇതോടെ പൊതുസമൂഹത്തിൽ ഉയരുന്നു. തീരുമാനം വൈകുന്ന ഓരോ നിമിഷവും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾക്ക് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാനുള്ള പഴുതൊരുക്കുകയാണോ നേതൃത്വം ചെയ്യുന്നത്? സ്വന്തം നേതാവിനെ സ്വയം തിരഞ്ഞെടുക്കാൻ കെൽപ്പില്ലാത്ത വിധം ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വവും തളർന്നുപോയോ എന്ന പരിഹാസം ജനങ്ങൾക്കിടയിൽ ശക്തമാണ്. തെരുവിലെ ഫ്ലക്സ് യുദ്ധങ്ങളും പ്രകടനങ്ങളും കഴിഞ്ഞ് ഡിജിറ്റൽ ഇടങ്ങളിൽ ശക്തി പ്രകടനം തുടരുമ്പോൾ കൃത്യമായൊരു ഭരണ നേതൃത്വമില്ലാതെ സംസ്ഥാനം സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. അധികാരത്തിനു വേണ്ടിയുള്ള ഈ പരസ്യമായ വടംവലി കോൺഗ്രസിനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ പരിഹാസ്യമാക്കുന്നു. അണികളുടെ വികാരത്തെക്കാൾ വ്യക്തി താൽപര്യങ്ങൾക്കും കൃത്രിമമായ PR സ്റ്റണ്ടുകൾക്കും പാർട്ടി വഴിപ്പെടുന്നത് ദയനീയമായ കാഴ്ചയാണ്. ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ വിസ്മരിച്ചുകൊണ്ടുള്ള ഈ അധികാരക്കളി എത്രയും വേഗം അവസാനിപ്പിച്ച് വ്യക്തമായൊരു നേതൃത്വത്തെ പ്രഖ്യാപിക്കണമെന്ന നിസ്സഹായാവസ്ഥയിലാണ് കേരളീയ പൊതുസമൂഹം ഇപ്പോൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമോറോ.